രാജ്യത്ത് കുടിയേറ്റവും ഭീകരവാദ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോവുകയാണ് സംസ്ഥാനത്തെ സുരക്ഷാ സേന. സംസ്ഥാനങ്ങളിലുടനീളം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഓപ്പറേഷനും ശക്തമായിരിക്കുകയാണ്. മണിപ്പൂരിൽ സംയുക്ത സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷനിൽ വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. ജൂലൈ 26 പുലർച്ചെയാണ് പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 ജില്ലകളിലായി പരിശോധന നടന്നത്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ. 90 തോക്കുകൾ, റൈഫിലുകൾ, പിസ്റ്റളുകൾ, 728 വെടിയുണ്ടകൾ, ഗ്രനേഡുകൾ, സെൽഫ് ലോഡിംഗ് റൈഫിലുകൾ, IED-കൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു. 24 വയർലെസ് ഹാൻഡ്സെറ്റുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, തൗബൽ, കാക്ലിം, ബിഷ്ണുപൂർ ജില്ലകളിലാണ് ഓപ്പറേഷൻ നടന്നത്. മണിപ്പൂർ പോലീസ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ആർമി, ആസം റൈഫിൾസ് എന്നിവ ഓപ്പറേഷന്റെ ഭാഗമായി. സംസ്ഥാനത്ത് സായുധ ആക്രമണം തടയുന്നതിലും ശാശ്വത സമാധാനം കൈവരിക്കുന്നതിലും നിർണായക ചുവടുവയ്പാണിതെന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കെ കബീബ് വ്യക്തമാക്കി. അതേസമയം മണിപ്പൂർ ബുധനാഴ്ച സമാനമായ ഒരു ഉപദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാനം അസമുമായി അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര അതിർത്തികളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മണിപ്പൂരിൽ നിന്നുള്ള ആളുകൾ അസമിൽ അനധികൃതമായി സ്ഥിരതാമസക്കാരാകാൻ ശ്രമിച്ചതായും അവരെ തിരിച്ചയച്ചതായും ശർമ്മ വ്യക്തമാക്കി. അക്രമബാധിതമായ മ്യാൻമാറുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന മണിപ്പൂരിലെ ജാഗ്രതാ നിർദ്ദേശം അയൽ രാജ്യങ്ങളിലെ പ്രക്ഷുബ്ധമായ സാഹചര്യം കാരണം സംസ്ഥാനത്തേക്ക് അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്കുണ്ടാകുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധമായി സംസ്ഥാന അതിർത്തികളിലേക്ക് ആരും കടക്കുന്നത് തടയാൻ ശക്തമായ ഒരു സംവിധാനം നിലനിർത്താനും അന്താരാഷ്ട്ര, അന്തർ സംസ്ഥാന, അന്തർജില്ലാ അതിർത്തികളിൽ അത്തരം നീക്കങ്ങൾ തടയുന്നതിന് അതീവ ജാഗ്രത പാലിക്കാനും മണിപ്പൂർ സർക്കാർ എല്ലാം ഡെപ്യൂട്ടി കമ്മീഷണർമാരോടും പോലീസ് സൂപ്രണ്ടുമാരോടും ആവശ്യപ്പെട്ടു. വേഗത്തിലും കൃത്യമായും തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം ഉപദേശ സമിതി ഊന്നിപ്പറഞ്ഞു. അത്തരം ഏതൊരു നീക്കവും കണ്ടെത്തിയാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. കൂടാതെ അത്തരം വ്യക്തികളുടെ ജീവചരിത്ര ബയോമെട്രിക് വിശദാംശങ്ങൾ നിർബന്ധമായും ശേഖരിക്കണമെന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. രേഖകളില്ലാതെ കുടിയേറുന്നവരുടെ സുരക്ഷിതവും നിയുക്തവുമായ ഷെൽട്ടറുകളിൽ പാർപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാദേശിക ജനങ്ങളുമായി ഇടപഴകാനോ സ്വാഭാവികമാക്കാനോ അനുവദിക്കാതെ അവർക്ക് മാനുഷിക പിന്തുണ നൽകണമെന്നും ഉപദേശക സമിതി വ്യക്തമാക്കി. അത്തരം എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും ഉചിതമായ നടപടിക്രമങ്ങൾ പാലിച്ച ശേഷം നാടുകടത്തും. പ്രാദേശിക അസ്ഥിരത വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ ഉയർത്തുന്ന സമയത്ത് ജനസംഖ്യാ സന്തുലിതാവസ്ഥയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ മുൻകൈ എടുക്കുന്ന സമീപനത്തെ ഈ നീക്കം അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.